ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്നൊരു അടിപൊളി ഫുഡിൻ്റെ ചാലഞ്ചാണ് ചെയ്യണത്. സോ രാവിലെ തന്നെ ഞാൻ എണ്ണീച്ച് ചാലഞ്ച് പോകാൻ വേണ്ടിയിട്ട്, രാവിലെ അല്ല, അപ്പോൾ നമ്മളിന്ന് ഉച്ചയ്ക്കും രാത്രിയും വൈകുന്നേരവും 3 നേരം ബിരിയാണിയാണ് ഗൈസ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ആദ്യത്തത് ഉച്ചക്കത്തതാണ്, ഇപ്പോൾ ലഞ്ചാവും. അപ്പോൾ നമുക്ക് പോയിട്ട് ഫസ്റ്റത്തെ ബിരിയാണി കഴിക്കാം. ഞാൻ നല്ല ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എൻ്റെ റൂമിൻ്റെ താഴെയുള്ള കുഞ്ച എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ നിന്നാണ്. നമുക്കിനി കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ചൂട്, കുറച്ച് തൈര് സാലഡ് എടുത്ത് മസാലയും ചോറും ഒരു പീസ് ബീഫും ഒക്കെ വച്ചിരുവാം. അങ്ങനെ നമ്മളെ ചാലഞ്ചിൻ്റെ 2ാമത്തെ ബിരിയാണിയാണിത്. അപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബിരിയാണി റൈസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് കഴിക്കാം. അപ്പം നമുക്ക് കഴിക്കാം. ഈ നല്ല ബിരിയാണിയാണ്. എനിക്ക് കണ്ടിട്ട് കൊതി വരാണ്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കൊടുക്കുന്ന പൈസ കൊണ്ട് റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്യില്ല ഗൈസ്. സവാളയും തൈരും ചാറും കൂടെ കുഴച്ചിട്ട് തരുക. പിന്നെ ഇന്ന് രാവിലെ കഴിച്ച ബീഫ് ബിരിയാണി, അതിനെക്കുറിച്ച് പറയാനല്ലോ, എനിക്ക് ബീഫ് ഭയങ്കര കട്ടിയായിട്ട് ഫീൽ ചെയ്തു ഗൈസ്. അതുകൊണ്ട് എനിക്ക് പല്ല് വേദന എടുക്കുകയാണ്. എനിക്ക് ഒത്തിരി ഹാർഡായിട്ടുള്ള മീറ്റ് കഴിക്കാൻ പറ്റത്തില്ല, പല്ല് വേദന എടുക്കും. അപ്പോൾ എത്ര ഹാർഡായതുകൊണ്ടായിരിക്കും എനിക്ക് പല്ല് വേദന എടുത്തതെന്നുള്ളത് നിങ്ങൾ അറിയണം. കഴിക്കാൻ തുടങ്ങിയപ്പം ബിരിയാണിയുടെ ബീഫ് ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് പിന്നീട് അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. അവിടുത്തെ ചിക്കൻ ബിരിയാണി നല്ലതാണ്, പൊരിച്ച ചിക്കൻ. പൊരിച്ച ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ്. മുന്നേ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് രാവിലത്തെ ബീഫ് ബിരിയാണിക്കൊരു 5.5 അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇത് കഴിച്ച് തീർക്കത്തെ. രാത്രി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബിരിയാണീസാണ് കഴിക്കുന്നത്. അപ്പം കാണാം. അങ്ങനെ നമ്മുടെ ചാലഞ്ചിൻ്റെ ലാസ്റ്റത്തെ ഘട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ ബീഫ് ബിരിയാണി കഴിച്ചതുകൊണ്ട് രാത്രി നമ്മൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് കഴിക്കണത്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കുറച്ചധികം ഇഷ്ടമുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് ഇവിടുത്തത്. അപ്പോൾ നമുക്ക് കഴിക്കാം നമ്മുടെ ചിക്കൻ ബിരിയാണി കഴിച്ച്. ഞാനൊന്നും കൂടുതൽ പറയേണ്ടി വരില്ല. എനിക്ക് മസാലയുള്ള ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല അടിപൊളി മസാലയാണ് വരുന്നത്. അത് തുറക്കുമ്പോൾ തന്നെ വരുന്ന മണം അടിപൊളിയാണ് ഗൈസ്. കുറച്ച് സവാള ഇട്ടിങ്ങനെ കുഴയ്ക്കുക. നമുക്കത് 2 പീസാണ് കിട്ടണത് സിംഗിളിനകത്ത്. എൻ്റെ വായിൽ ഫുള്ള് തുപ്പില്ല. ഞാനെന്തൊരു കൊതിച്ചാണ് ഗൈസ്. അച്ചാർ ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ചോറിനടി പെട്ടെന്ന് തോന്നും. ഒരു രക്ഷയില്ല ഗൈസ്. അച്ചാർ കിട്ടിയിട്ടോ, കാണാണ്ട് പോയ അച്ചാർ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ബിരിയാണി, ഈ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ സെൻട്രൽ കഫേ എന്ന് പറഞ്ഞിട്ടില്ലേ, ആ കഫേന്നാണ് മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തത്. കാരണം ഇവർ നല്ലപോലെ മസാല ആഡ് ചെയ്യും, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇന്ന്
ബിരിയാണി എന്നുള്ള മോഹം എന്തായാലും അതിനൊരു തീരുമാനമായിട്ടുണ്ട്. കാരണം ഫുള്ള് ബിരിയാണി ആയിരുന്നു. അടിപൊളി. ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചാലഞ്ചാണിത്, ബിരിയാണിയുടെ. നമുക്ക് ഇനി നമുക്ക് റേറ്റ് ചെയ്യാം. അപ്പം രാവിലെ 5 ബീഫ് ബിരിയാണി, ഞാൻ പറഞ്ഞ പോലെ 5.5. പിന്നെ റൈസ് 4. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇത് ഒരു 7.8. ചൂടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 8.8 ആവാൻ ചാൻസ് ഉള്ള ബിരിയാണിയാണ്. ഗൈസ്, ഞാൻ ഉണ്ടല്ലോ ഭ്രാന്തിയെ പോലെ ഉണ്ടായിരുന്നു കാണാൻ. ഞാനിനി കുറച്ച് കഴിയുമ്പം ഞാൻ എപ്പോഴും വേറെ അടച്ച് ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഓരോ പിള്ളേരിങ്ങനെ ഈ ക്രോപ്പ് ടീഷർട്ടും ജീൻസൊക്കെ ഇങ്ങനെ ഫിഗറായിട്ട് ചെയ്യുന്നില്ലേ, അത് കാണുമ്പോൾ എനിക്ക് തുടങ്ങും ഡയറ്റ് ചെയ്യണം, ജിമ്മിന് ചേരണം, നാളെ തൊട്ട് ഞാൻ ഒരു 5 നടത്തും, ഐ എം ഗോണ ചേഞ്ച്. ആ സീനാ. രാവിലെ ആവണ്ട, രാവിലെ ആവുന്നതിന് മുന്നേ തുടങ്ങും എനിക്ക് ഇന്ന് നമ്മൾ അത് കഴിക്കണം, ഇത് കഴിക്കണം. ഇങ്ങനെ റൈസ് നിങ്ങളും ഇങ്ങനെ തന്നെയാണോ? ഫുഡ് കാണുമ്പോൾ എന്തറിയില്ല, കൺട്രോൾ പോകുന്നറിയില്ല, അതുപോലെ. മുളകിൻ്റെ വലിപ്പം നോക്ക്. എൻ്റെ വീട്ടിലാണ് ചൊക്ക പോലത്തെ മുളകാണ്. അപ്പം ഞാൻ ഇതിപ്പോൾ തീർത്തിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.